ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ജെ.സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്കളെ, നമുക്കറിയാലോ നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞു. SSLCക്കകത്ത് മോഡൽ എക്സാം കഴിഞ്ഞ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സോഷ്യൽ സയൻസിനകത്ത് നമ്മൾ അതിന് മുമ്പ് ലൈവിനകത്ത് പറഞ്ഞിരുന്നു, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ, കാരണം അത് എന്തായാലും ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ചോദ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മെയിൻ എക്സാമിനകത്ത് നമ്മൾ ഇനി പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഏരിയാസ് ഉണ്ട്. ഉറപ്പാണ് മോഡൽ എക്സാമിന് വന്നിട്ടുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ മെയിൻ എക്സാമിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ടുള്ള ചില ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ചില ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത് പറയുന്നത്. സോ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ എല്ലാ ആൾക്കാരും കാണണം. അതുപോലെ തന്നെ പറയാനുള്ളത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, കുഞ്ഞുങ്ങളാണെങ്കിൽ ആദ്യം തന്നെ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്താനുണ്ട്. അതൊക്കെ എന്താണ് ഈ ചാനലിനകത്ത് അവൈലബിൾ ആണ്. സോ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ പറയാനുള്ള ഒരു കാര്യം, അടുത്ത വർഷം നിങ്ങൾ +1 പോകുന്നത്. ആ +1 പോകുന്ന സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട സൈലത്തിൻ്റെ ഒരു ബാച്ചാണ് അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. സോ അഗ്നി ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അഗ്നി ബാച്ചിനകത്ത് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ചെയ്യേണ്ടത് 9995400800 എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് +1 ഓൺലൈൻ ട്യൂഷനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അഗ്നി ബാച്ചിനകത്ത് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഏരിയാസ് വരുന്നത്. മകളെ, ഒരു ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്കറിയാം, ഈ മോഡൽ എക്സാം 2026 31ാമത്തെ ചോദ്യം, 31ാമത്തേലെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നോക്ക്. വോൾക്കാനിക് ആക്ടിവിറ്റീസ് അഫക്ട് ഹ്യൂമൻ ലൈഫ് അഡ്വേഴ്സ്ലി as well as favorably. Critically evaluate this statement. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യജീവിതത്തെ പ്രതികൂലമായും അനുകൂലമായും ബാധിക്കുന്നു. പ്രസ്താവന വിമർശനാത്മകമായി വിലയിരുത്തുക എന്ന് പറഞ്ഞൊരു ചോദ്യം കാണാൻ പറ്റും. 31ാമത്തെ ചോദ്യമാണ്, ബി ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, ആക്ച്വലി ഇത് ഏത് ഭാഗത്താണ് ഇത് വരുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ഭാഗത്താണ് മക്കളെ? നമുക്കറിയാം, അവർ എർത്ത് ദ ചേഞ്ചിങ് എർത്ത് അല്ലെങ്കിൽ മാറുന്ന ഭൂമി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ? ദ ചേഞ്ചിങ് എർത്ത് അല്ലെങ്കിൽ മാറുന്ന ഭൂമി എന്ന് പറഞ്ഞ ചാപ്റ്റർ. കാരണം എർത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ചാപ്റ്ററുകൾ ഇപ്പോൾ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. മക്കളെ, ഉറപ്പാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യും, വരും. നിങ്ങൾ നോക്ക്, അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട്, വോൾക്കാനിക് ഇറക്ഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, വോൾക്കാനോസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, വരാം. അപ്പോൾ ഇനി നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത് എന്തൊക്കെയാണ് അഗ്നിപർവ്വതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നല്ലേ. അതിലൊരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഹൗ വോൾക്കാനിക് ആക്ടിവിറ്റീസ് അഫക്ട് ഹ്യൂമൻ ലൈഫ് അല്ലേ? ഈ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ മനുഷ്യജീവിതത്തിനെ ഏതെല്ലാം വിധത്തിലാണ് ബാധിക്കുന്നത്? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, കാണാൻ വേണ്ടി വരുന്നത്, പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതിലൊന്ന് നിങ്ങൾ നോക്കിയാൽ മതി, ലോസ് ഓഫ് ലൈഫ്സ് അല്ലേ? ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതം ഇതേപോലെ തന്നെ ജീവൻ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? നമുക്കറിയാം, ലോസ് ഓഫ് ലൈഫ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ലോസ് ഓഫ് ലൈഫ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോളൂ, ഡിസ്ട്രാക്ട് പ്രോപ്പർട്ടീസ് അല്ലേ? അതുപോലെ തന്നെ ജീവനും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കി, ഡിസ്റപ്റ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് സെവർലി എഫക്ട് ഹ്യൂമൻ ലൈഫ് ആണ് അല്ലേ? ഈ പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനങ്ങളും ജനജീവിതവും താറുമാറാവുന്നുണ്ട്. അതേപോലെ തന്നെ ലാവ ഫ്ലോയിങ് ഡിസ്ട്രോയിങ് ഹൗസസ് ആൻഡ് ലാൻഡ് അല്ലേ? ഈ പറഞ്ഞ ഭൂപ്രകൃതിയും വീടുകളും എന്ത് ചെയ്യുന്നുണ്ട്, നശിക്കുന്നുണ്ട്. കൂടാതെ മെനി പീപ്പിൾ ബിക്കം ഹോംലെസ് ആൻഡ് ജോബ്ലെസ്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ ഭൂരഹിതരും തൊഴിൽ രഹിതരുമായി മാറുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്ട്സിലേക്കും എന്ത് ചെയ്യാം, വോൾക്കാനോസുമായി ബന്ധപ്പെട്ട് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ വോൾക്കാനോസ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ കൈൻഡ്. മക്കളെ, അഗ്നിപർവ്വതങ്ങൾ മനുഷ്യരാശിക്ക് എങ്ങനെയെല്ലാം ഉപയോഗപ്രദമാണ്? 3 പോയിന്റുകളാണ് അതിലുള്ളത്. 3 പോയിന്റ്. ഒന്ന്, പ്രധാനമായിട്ടും അഗ്നിപർവ്വതങ്ങളൊക്കെ തന്നെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന്, ഇലക്ട്രിസിറ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മക്കളെ നമുക്ക് അറിയുന്നതാണ്, പ്രധാനമായിട്ടും വൈദ്യുതി നിർമ്മാണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാം. ഇലക്ട്രിസിറ്റി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തത്, ലാവ ഈസ് റിച്ച് ഇൻ മിനറൽസ്. ഈ പറഞ്ഞ ലാവ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിനറൽസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ധാതുക്കൾക്ക് സമ്പുഷ്ടമാണ്. അതാണ് ഇത് സെക്കൻഡ് പോയിന്റ്. അതേപോലെ തന്നെ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് മെയിൻ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഇങ്ങനെയുള്ള 3 പോയിന്റുകളാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, എന്തൊക്കെയാണ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ജിയോ തെർമൽ എനർജി റിലീസ്ഡ് ഫ്രം വോൾക്കാനിക് ഇറപ്ഷൻ വോൾക്കാനിക് റീജിയൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിസിറ്റി. അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പുറന്തള്ളുന്ന ഭൗമതാപോർജ്ജം നമ്മൾ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അങ്ങനെ പ്രാദേശിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ ദാറ്റ് ലാവ ഈസ് റിച്ച് ഇൻ മിനറൽസ്. ലാവ ധാതു സമ്പന്നമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. തേർഡ് വൺ, ഇതെന്താണ്, ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് പ്രധാനപ്പെട്ട സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചുകൂടാ. റെഡി. ഇത്രയും പോയിന്റുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഉറപ്പാണ് വോൾക്കാനോസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം കേട്ടോ. ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, നിങ്ങൾ നോക്ക്, 2026 25ാമത്തെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ 25ാമത്തെ ചോദ്യം, അതിൽ എ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, ദോ weathering causes the integration or disintegration of rocks, it has many benefits for human. Substantiate your answer.
അപക്ഷയ പ്രവർത്തനങ്ങൾ ശിലകളുടെ ശിഥിലീകരണത്തിന് കാരണമാകാറുണ്ടെങ്കിലും മനുഷ്യന് ഏറെ പ്രയോജനകരമാണ് സാധൂകരിക്കുക എന്നുള്ളതാണ് ചോദ്യം വന്നുള്ളത്. മക്കളെ നമുക്കറിയാം അപക്ഷയങ്ങൾ അല്ലെങ്കിൽ വെതറിങ് എന്ന് പറയുന്നത് മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് വെതറിങ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്താണ് വെതറിങ് എന്ന് പറഞ്ഞാൽ അല്ലേ, ദ ചേഞ്ച് അല്ലേ, നമുക്കറിയാം വെതറിങ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഓഫ് റോക്സ് ആർ കോൾഡ് വെതറിങ് അല്ലേ. ഈ പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ശിലകൾക്ക് രാസപരവും ഭൗതികപരമായ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെതറിങ് എന്ന് പറയുന്നത്. അതായത് പാറ പൊട്ടുന്നതിനാണ് വെതറിങ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ അതാ നോക്കിക്കോ മക്കളെ, ഇതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് മനുഷ്യന് ഉപകാരപ്പെടുന്നത്. ചോദ്യം നോക്കിയോ, ഹൗ ക്യാൻ വെതറിങ് ബി യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ്സ്? മത്ഭക്ഷയ പ്രവർത്തനങ്ങൾ ഏതെല്ലാം വിധത്തിലാണ് മനുഷ്യന് ഉപകാരപ്പെടുന്നത്? അതിൽ നോക്ക്, ഫസ്റ്റ് വൺ നോക്കണം, വെതറിങ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് സോയിൽ. അപ്പോൾ നോക്കണം, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് എന്തായിരിക്കും മക്കളെ? ഒന്നാമത്തെ പോയിന്റ് സോയിൽ ഫോർമേഷൻ അല്ലേ. സോയിൽ ഫോർമേഷന് വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. സോയിൽ ഫോർമേഷൻ ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെ, മണ്ണിൻ്റെ രൂപീകരണത്തിന് മണ്ണ് രൂപീകരണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത് നോക്ക്, സെപ്പറേറ്റ് മിനറൽസ് ഫ്രം റോക്സ് ആണ്. ഈ പറഞ്ഞ മിനറൽ സെപ്പറേഷൻ അല്ലേ, മിനറൽ സെപ്പറേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. മിനറൽ സെപ്പറേഷനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. സെപ്പറേഷൻ ഓഫ് മിനറൽസിന് സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ധാതുക്കൾ വേർതിരിക്കലിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ധാതുക്കൾ വേർതിരിക്കലിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതാണ് സെപ്പറേഷൻ ഓഫ് മിനറൽസ് അല്ലെങ്കിൽ മിനറൽ സെപ്പറേഷൻ. മൂന്നാമത്തേത് മക്കൾ ശ്രദ്ധിച്ചോ, മിനറൽ എൻറിച്ച്മെൻ്റ് ആണ്. ഈ പറയുന്ന മിനറൽ എൻറിച്ച്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. മിനറൽ എൻറിച്ച്മെൻറ്റിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ധാതു സമ്പുഷ്ടീകരണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് കേട്ടോ. ധാതു സമ്പുഷ്ടീകരണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈനിങ് അല്ലെങ്കിൽ ഖനനത്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. മൈനിങ് അല്ലെങ്കിൽ ഖനനത്തിന് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ ഇത്രയും പോയിന്റുകളാണ്. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ്, ഇതുപോലെ തന്നെ മണ്ണിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നു, ധാതുക്കൾ വേർതിരിക്കാൻ സഹായിക്കുന്നു, ധാതു സമ്പുഷ്ടീകരണം ഖനന പ്രവർത്തനത്തിന് സഹായിക്കുന്നു കേട്ടോ. ഓർത്ത് വെച്ചോ, ധാതുക്ക് ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് മണ്ണ് രൂപീകരണമാണ് പ്രധാനപ്പെട്ട. എലികൾ ഇതുപോലെ തന്നെ തുളയ്ക്കുന്ന സമയത്ത് മണ്ണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുന്നുണ്ട്. സോയിൽ ഫോർമേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കണ്ടില്ല, ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ അപക്ഷയം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട പാറകളിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കണ്ടോ, മിനറൽ എൻറിച്ച്മെൻ്റ് ആണ്, ധാതു സമ്പുഷ്ടീകരണം നമുക്ക് നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതേപോലെ തന്നെ മൈനിങ് നടത്താനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. റെഡി. ഇനി കുഞ്ഞുങ്ങളെ നോക്കിക്കോ അടുത്തത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോ, ഉറപ്പാണ്, ഷുവറായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് എന്ത്, ഈ പറയുന്ന വെതറിങ് എന്ന് പറയുന്നത്. വെതറിങ് പഠിച്ചു വെച്ചോളണം. വെതറിങ്ങിൻ്റെ ടൈപ്പുകൾ പഠിച്ചു വെച്ചോളണം. അത് നിങ്ങൾക്കറിയാലോ, ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ് ഒക്കെ ഉണ്ട്. അതൊന്നും ബൈഹാർഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ സയൻസ് സബ്ജക്റ്റിൻ്റെ പേര് ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെയാണ്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ നോക്കിയോ, ഫിസിക്കൽ വെതറിങ്, അതുപോലെ തന്നെ കെമിക്കൽ വെതറിങ്, അതേപോലെ തന്നെ ബയോളജിക്കൽ വെതറിങ് കേട്ടോ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഫിസിക്കൽ വെതറിങ് അല്ലെങ്കിൽ ഭൗതിക അപക്ഷയം, അതുപോലെ തന്നെ കെമിക്കൽ വെതറിങ് അല്ലെങ്കിൽ രാസിക അപക്ഷയം, അതുപോലെ ബയോളജിക്കൽ വെതറിങ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയം പഠിച്ചു വെച്ചോ. ഇതൊക്കെ പഠിച്ചു വെച്ചോ, എക്സാമിന് എന്തായാലും ഉറപ്പാണ് വെതറിങ് വരും കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വെതറിങ് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അത് പഠിച്ചു വെച്ചോളണം. ഷുവറാണ്. റെഡി. ഇനി അടുത്തത് മക്കൾ ശ്രദ്ധിച്ചോ, നെക്സ്റ്റ് വൺ നമുക്ക് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം, ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ നോക്ക്. മോഡൽ എക്സാമിനകത്ത് എല്ലാവരും നോക്കിയോ, മോഡൽ എക്സാമിനകത്ത് 15ാമത്തെ ചോദ്യം നിങ്ങൾ നോക്കിയാൽ മതി. മോഡൽ എക്സാമിനകത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ടൈപ്പ് ഓഫ് മാസ് വാസ്റ്റിംഗ് ദാറ്റ് often occur in high ranges area of Kerala is ഉരുൾപൊട്ടൽ. വാട്ട് ഈസ് മെൻഡ് ബൈ ഉരുൾപൊട്ടൽ? ഹൗ ഡസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം വെതറിങ്? മക്കളെ, കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ നിന്നും പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു ഭൂദ്രവ്യ ശോഷണമാണ് ഉരുൾപൊട്ടൽ. ഉരുൾപൊട്ടൽ എന്നാൽ എന്താണ്? ഇത് എങ്ങനെ അപക്ഷയ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നിങ്ങൾ നോക്ക്, ഉരുൾപൊട്ടൽ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയും നോക്ക്, വെതറിങ്ങും അവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വെതറിങ് ഇല്ലേ, വെതറിങ് അവിടെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെതറിങ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉരുൾപൊട്ടലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പഠിച്ചു വെച്ചോളണം. വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വെതറിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ രീതിയിലേക്കൊക്കെ ചോദ്യങ്ങൾ വരും. ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്താണ് മാസ് വാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഇതുപോലെ തന്നെ എന്താണ്? ഇറ്റ്സ് എ ഫാൾ ഓഫ് റോക്ക് ഫ്രാഗ്മെന്റ്സ് ഓർ എർത്ത് മെറ്റീരിയൽ ഡൗൺ എ സ്ലോപ്പ് അണ്ടർ ദ ഡയറക്ഷൻ ഇൻഫ്ലുവൻസ് ഗ്രാവിറ്റേഷണൽ പുൾ അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ഭാഗമായിട്ട് ശിലാ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഭൗമവസ്തുക്കൾ ചരിവുള്ള പ്രദേശത്തിലൂടെ താഴേക്ക് പതിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഭൂദ്രവ്യ ശോഷണം എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് സംഭവിച്ചത് ചൂരൽമലയിലൊക്കെ, വയനാട്ടിൽ ചൂരൽമലയിലൊക്കെ അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ
റീസൺസ് നമുക്ക് നോക്കണം. റീസൺസ് ആണ് എന്തൊക്കെയാണ്? ഒന്ന് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ജനസാന്ദ്രത വർദ്ധിക്കുന്നത് ഒരു കാരണം തന്നെയാണ്. സെക്കൻഡ് വൺ മക്കളെ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതേപോലെ തന്നെ മക്കളെ പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിതീവ്ര മഴയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി, നമ്മൾക്ക് ഇതൊക്കെ ജസ്റ്റ് ഒരു കോഡും ട്രിക്സും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ലൈവിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റ കാര്യം നോക്കിയത് കണ്ടോ, ഇവിടെ കുറേ ആൾക്കാർ, ഇവിടെ ഒരു വലിയൊരു മലയാണെന്ന് വിചാരിക്കുക, കണ്ടോ ഇതൊരു വലിയൊരു മലപ്രദേശമാണ്, ഇവിടെ കുറേ ആൾക്കാർ നിറയാന്ന് വിചാരിക്കുക, കുറേ ആൾക്കാർ ഇങ്ങനെ നിറയുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ നിറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? വീടൊക്കെ വെക്കുന്നത് കുന്നിൻ്റെ മുകളിലേക്ക് വയ്ക്കും. അപ്പോൾ കുന്നിൻ്റെ മുകളിലേക്കൊക്കെ വീട് വെക്കുക എന്ന് പറയുന്ന സമയത്ത് മക്കളെ അവിടെ സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ മെത്തേഡ് അവിടെ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. സ്വാഭാവികമായിട്ട് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് കുന്നിടിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ ഈ പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം തരുന്നു. ഇനി ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കൂടി ഒലിച്ച് താഴോട്ട് വരുന്നു. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, അങ്ങനെയൊക്കെ ഗസ് ചെയ്ത് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ പഠിക്കാം കേട്ടോ, ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട്. ഇനി ഇതിനിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്? സയൻറ്റിഫിക് മെത്തേഡ് അഗെയിൻസ്റ്റ് ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടലിനെതിരെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള പ്രധാനപ്പെട്ട രീതികൾ എന്തൊക്കെയാണ്? അത് മക്കളെ റിമോട്ട് സെൻസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് റിമോട്ട് സെൻസിങ്. ഓർത്ത് വെച്ചോ, റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ വിദൂര സംവേദനം. അതേപോലെ തന്നെ GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഭൂവിവര വ്യവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട ഈ പറയുന്ന ഭൂപടങ്ങളാണ് അല്ലെങ്കിൽ മാപ്പുകൾ ഒരു പ്രധാനപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതുപോലെ തന്നെ റിമോട്ട് സെൻസിങ്, RS മീൻസ് റിമോട്ട് സെൻസിങ് ആണ്. അതുപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, ഇതേപോലെ തന്നെ രണ്ടാമത്തത് GIS ആണ്. ഓക്കെ, GIS ഓർത്ത് വെച്ചോളി. മൂന്നാമത്തത് മാപ്പുകൾ കേട്ടോ, മാപ്പുകൾ. ഇത് പഠിച്ചു വെച്ചോണം. ഓക്കെ, റെഡി സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഓർത്ത് വെച്ചോ, ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിനകത്ത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ദ ചേഞ്ചിങ് എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്, മാറുന്ന ഭൂമി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. സോ കുഞ്ഞുങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളോട് പറയുകയാണ്, ഇതേപോലെ തന്നെ ഈ ഒരു ഫ്ലോ ചാർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഈ അഗ്നിപർവ്വതങ്ങൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം. അതേപോലെ തന്നെ എർത്ത് കേക്സ് അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വെതറിങ് അല്ലെങ്കിൽ അപക്ഷയം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മാസ് വാസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഏറ്റവും ടോപ്പിൽ പഠിക്കേണ്ട സാധനങ്ങൾ ഒന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, എർത്ത് കേക്സ്, വെതറിങ്, അതുപോലെ തന്നെ മാസ് വാസ്റ്റിംഗ്. ഈ 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ട് പഠിക്കേണ്ടത്. സോ ഞാൻ പറയുന്നു, സോ എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഈ വരുന്ന SSLC നല്ല മാർക്കോട് കൂടി എന്ത് ചെയ്യുക, പാസ്സാവുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊക്കെ തന്നെ +1 പോകുന്ന സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് അഗ്നി ബാച്ചാണ്. അങ്ങനെ നിങ്ങൾ അതൊരു തീയായിട്ട് നിങ്ങൾ +1 എന്ത് ചെയ്യുക, പടരുക. സോ എല്ലാ ആൾക്കാരും മാക്സിമം നിങ്ങളുടെ ഏറ്റവും നിങ്ങൾക്ക് എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എഫേർട്ട് എടുക്കുക, മനോഹരമാക്കുക, അടിപൊളിയാക്കുക. സോ സൈലം കൂടെയുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ നടക്കുന്ന ലൈവുകൾക്കകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയാക്കാം, ഉഷാറാക്കാം. സോ ഞങ്ങൾ 3 ആൾക്കാരും സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് തരാൻ വേണ്ടി, ഏറ്റവും ബെസ്റ്റ് തരാൻ വേണ്ടി ഞങ്ങൾ ഇതുപോലെ തന്നെ എന്താണ് പ്രിപ്പയർ ചെയ്ത് സെറ്റാക്കി ലെവലാക്കി ഇരിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എത്തരത്തിലേക്കുള്ള വീഡിയോസ് ആണോ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തോ, താഴെ അയച്ചോ. സോ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ കമൻറ്റ് അയക്കുക. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ. JC സാറാണ്. ബൈ.